കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച അരങ്ങുണരും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 വേദികളിലായി 260 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റുരയ്ക്കും. 6 ഇനങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തിയതാണ്. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത്. നവംബർ 18, 19, 20, 21 തീയതികളിലായി കുന്നംകുളത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ HSS ഗവൺമെന്റ് LP സ്കൂൾ, ടൗൺ ഹാൾ, CMS PG സ്കൂൾ, സ്നേഹാലയം ഡെഫ് സ്കൂൾ എന്നിവിടങ്ങളിലായി മത്സരങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച സ്റ്റേജിതര മത്സരങ്ങളാണ് നടക്കുക. ചൊവ്വാഴ്ച രാവിലെ 8:30 പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാനുവൽ പ്രകാരമാണ് വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നത്. തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ പരമാവധി സഹകരണം വേണമെന്ന് സംഘാടക സമിതി അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഗവൺമെന്റ് ഗേൾസ് ഹയർ HSS പ്രിൻസിപ്പൽ BB ശ്യാം, MM നദീറ, നിൽടോം, PT കിറ്റോ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ J. കാക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു. അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ലൈസൺ ഡിപ്പാർട്ട്മെന്റുകളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുന്നംകുളത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് CI ഷാജാൻ സാറ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരം നമ്മൾ ബന്ധപ്പെട്ട എല്ലാ പ്രധാന അധ്യാപകരുടെയും യോഗം സാറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ക്രമസമാധാനം എങ്ങനെ പാലിച്ചു പോകാന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണിശമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു മത്സരത്തിൽ പോരായ്മകൾ സംഭവിച്ചാൽ അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. CCTV ന്യൂസ് കുന്നംകുളം.